നല്ല കേരളത്തനിമയുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു പ്രകൃതി ദൃശ്യം പെൻസിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? അത് വരയ്ക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റുകളുടെ അതിന്റെ ഔട്ട്ലൈനിന്റെ ഒരു മാർക്കിംഗ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ കൂടുതലും ഷെയ്ഡിങ്ങിലാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ഒരു ഡെപ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമുക്ക് 3 പാർട്ടാക്കി തിരിക്കാം. ഫോർഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് മിഡിൽ ഗ്രൗണ്ട് ആണ്. ആ ഒരു ലാൻഡും അതിലുള്ള കോക്കനട്ട് ട്രീയും കാര്യങ്ങളൊക്കെയാണ് മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. മിഡിൽ ഗ്രൗണ്ട് എടുത്തത് ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഷെയ്ഡ് ചെയ്തിട്ട്. ചെയ്യുന്ന സമയത്ത് ആ ലാൻഡിന്റെ താഴെയുള്ള പുല്ലുകളൊക്കെ നമ്മൾ ആ പുല്ലിന്റെ ഷേപ്പിൽ തന്നെ ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു കാര്യം ദൂരേക്ക് പോകുന്നതോടെ ചെറുതായി പോകുന്നുണ്ടായിരിക്കും. അപ്പൊ തെങ്ങിന്റെ ലെങ്ത് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. കൂടാതെ തെങ്ങും മൗണ്ടനും ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന വഴി അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്യുക. ഒരുപാട് ഡീറ്റെയിലിംഗ് ചെയ്യാതെ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഫീലിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഡ്രോയിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തന്നെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ നമ്മൾ ഫോർഗ്രൗണ്ടിൽ കുറച്ച് വിട്ടുപോയൊരു പാർട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഫോർഗ്രൗണ്ടിന്റെ ആ ഒരു പാർട്ട്, ആ ഒരു ലാൻഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പേപ്പറിന്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ബോട്ടം റൈറ്റിലോട്ടാണ് കംപ്ലീറ്റ് ആയി വരുന്നത്. അപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡഡ് ആയിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. എൻ്റെ ഹാൻഡ് റൈറ്റ് ആണ്, പെൻസിൽ പിടിക്കുന്ന റൈറ്റ് ആണ്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് വീണ്ടും വരച്ചതിന്റെ മുകളിൽ കൈ വരാതെ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമ്മൾ ഫോർഗ്രൗണ്ട് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഡ്രോയിങ് ശരിക്കും ഒരു ലാൻഡ്സ്കേപ്പ് ആണെന്ന് വിചാരിച്ചോ. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒരു സ്ഥലത്ത് നിന്നായിരിക്കും നോക്കി കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കാണുന്ന ആളിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോർഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഫോർഗ്രൗണ്ട്, ഏറ്റവും അടുത്തുള്ള പോർഷൻ. പിന്നെ നമ്മൾ ഫോർഗ്രൗണ്ടിലെ ആ വഞ്ചി ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ വഞ്ചി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡെപ്ത് നമ്മൾ ഫോർഗ്രൗണ്ടിന് കൊടുക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഷെയ്ഡുകളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കുക ഫോർഗ്രൗണ്ടിനായിരിക്കും. അതുവഴി ഫോർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളിലോട്ട് ആൾക്കാരുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് വാട്ടർ വരുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. വെള്ളം ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുക്കാതെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ച് വളരെ ബ്ലർഡ് ആയിട്ടുള്ള ഷെയ്ഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കാണ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയേ, ഈ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.